Watch India's largest kids library only on Jio Hotstar. Download the app now. എന്റെ മോട്ടു, ഞാൻ നിന്റെ രൂപം കണ്ടിട്ട് ചിരിച്ചതാ. നിനക്ക് എങ്ങനെയാ ഇത്രയും നീളത്തിലുള്ള താടി വന്നത്? ഞാനും നിന്റെ മുഖത്തെ താടി കണ്ടിട്ട് തന്നെയാണ് ചിരിച്ചത് പത്ലു. അല്ല, ഇത് ശരിക്കുമുള്ള താടിയാണോ മോട്ടു? അതെ പത്ലു, പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു? ഇനി നമുക്ക് ആരുടെയും മുഖത്തോട്ട് നോക്കാൻ പോലും പറ്റൂലല്ലോ പത്ലു. ഓ എന്റെ പ്രിയപ്പെട്ട മൊട്ടുപ്പത്തിലു, ഞാനൊരു പ്രത്യേക തരത്തിലുള്ള കെമിക്കൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും താടി വരും. അത് ദിവസം തോറും വലുതാവുകയും ചെയ്യും. ഇനി ഒരു പക്ഷേ ആരെങ്കിലും നിങ്ങളെ വന്ന് തൊട്ടാലും മതി, ആ തൊടുന്നവർക്ക് താടി നിങ്ങളുടേതുപോലെ തന്നെ വളരും. ഇന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ ശത്രു, നിങ്ങൾ ഒരിക്കലും നന്നാവരുതെന്ന് ആഗ്രഹിക്കുന്ന ജോൺ ദി ഡോൺ. വരൂ പത്ലു, നമ്മൾ ആ ജോണിനെ വെറുതെ വിടരുത്. നോക്കി നടക്കാൻ പറ്റില്ലേ? ഇതെന്താ താടിയൊക്കെ വെച്ചിട്ട് കാർട്ടൂൺ പോലെ ഉണ്ടല്ലോ. അതൊന്നുമില്ല വലിയേട്ടാ, ഞങ്ങളിപ്പോ ഇച്ചിരി തിരക്കില്ല, ഒക്കെ പിന്നീട് പറയാം. അങ്ങനെ എങ്ങനെ പോകാനാ? എന്നെ ഇടിച്ചു വീഴ്ത്തിയില്ലേ, അതിന്റെ പകരം ചോദിച്ചിട്ട് ഞാൻ വിടുള്ളൂ. നിങ്ങളെന്താ പൊട്ടന്മാരെ പോലെ കിടന്ന് ചിരിക്കുന്നത്? വലിയേട്ടാ, അതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ നിങ്ങളുടെ ജോലി തുടങ്ങിക്കോ, ഞങ്ങൾ ഇടി കൊണ്ടതിന് ശേഷം പറഞ്ഞോളാം. ഇല്ലെങ്കിൽ ഞങ്ങളെ വീണ്ടും ഇട്ടിടിക്കും. ഇനി പറ, എന്താ കാര്യം? നോക്കൂ, നിങ്ങളുടെ മുഖത്തും താടി വന്നിട്ടുണ്ട്, ഞങ്ങൾക്കുള്ളതുപോലെ തന്നെ. നെല്ല് വെറുതെ വിടില്ല. നീ താഴെ വാ, അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അല്ല, എന്താ മോട്ടുപത്തില് ഇത്? രണ്ടാളും വ്യത്യസ്ത രീതിയിൽ താടി വളർത്തിരിക്കുകയാണല്ലോ. കാണുമ്പോൾ വളരെ തമാശ തോന്നുന്നു. അല്ല, ഞാനൊന്ന് നോക്കട്ടെ, ശരിക്കുള്ള താടിയാണോ അതോ വെപ്പ് താടിയാണോ? ഇത് കണ്ട് കളിയാക്കിയ പിന്നെ കുറച്ചു നേരം കൊണ്ട് നിങ്ങൾക്കും ഇതുപോലെ താടി വരും കേട്ടോ. അതിന് പെണ്ണുങ്ങൾക്ക് സാധാരണ താടി വളരാറില്ലല്ലോ. എനിക്ക് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. ചിരിക്കുന്നതൊന്ന് നിർത്ത്. നിങ്ങൾക്കും ഇപ്പൊ ഇതേ താടി വന്നു കഴിഞ്ഞിരിക്കുന്നു. അയ്യോ, എന്താ ഈ സംഭവിച്ചത്? എന്റെ താടി ഒന്ന് വേഗം മാറ്റൂ. എന്നെ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യൂ പ്ലീസ്. ഇത് ഈ താടി ഒന്ന് എടുത്തു മാറ്റ്. പെണ്ണുങ്ങൾക്ക് താടി വളരുന്നു എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. എല്ലാവരും എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? പോയി ആ മോട്ടുവിനെയും മധുരനെയും പോയി പിടിക്കേ. അവർ രണ്ടുപേരും കാരണമാണ് എനിക്ക് ഇങ്ങനെ താടി വളർന്നത്. അയ്യോ, കണ്ടില്ലേ? മര്യാദയ്ക്ക് എല്ലാവരും ചിരിക്കുന്നത് നിർത്തിക്കോ. ഇത് നോക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും താടി വളർന്നിരിക്കുന്നു. നല്ലോണം ഒന്ന് നോക്ക്. പിടിക്കവനെ.
എന്റെ അമ്മോ മോട്ടുപത്ലു, നിങ്ങൾ എന്താ കിടന്നിങ്ങനെ കാണുന്നത്? ഒറിജിനലോ ഡ്യൂപ്ലിക്കേറ്റോ? നിങ്ങളുടെ ഈ ഊശാന്താടി കാണാൻ അടിപൊളിയായിട്ടുണ്ട്. ചിങ്കം സാറേ, ഞങ്ങളെ രക്ഷിക്ക്. ജനങ്ങൾ മുഴുവനും ഞങ്ങളെ എടുത്തിട്ട് ഇരിക്കാൻ വരിക. ശരി, നിങ്ങൾ ആദ്യം ഇതൊന്ന് പറഞ്ഞേ. എന്റെ അമ്മോ, നിങ്ങൾ രണ്ടാളും ഈ വിഡ്ഢിവേഷം കിട്ടി എന്തിനാണ് നടക്കുന്നത്? ഈ ഊശാന്താടി നിങ്ങൾക്കെടുത്ത് കളഞ്ഞൂടെ? മാറ്, ദൂരെ 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 നിൽക്ക ചിങ്കം സാറേ, ഞങ്ങളുടെ അടുത്തേക്ക് വരരുത്. എന്റെ അമ്മോ മോട്ടുപത്ലു, നിങ്ങൾ എന്റെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് എന്നോട് മാറി നിൽക്കാൻ പറയുന്നു. എന്നോട് പറഞ്ഞേ മതിയാവൂ. നിങ്ങൾക്കത് എങ്ങനെ സംഭവിച്ചു? എപ്പോ സംഭവിച്ചു? പറയൂ. എടോ കോൺസ്റ്റബിൾസ്, നിങ്ങൾക്കും ഉണ്ടല്ലോ ഊശാന്താടി. ഒന്നും പറയണ്ട, നിങ്ങൾ ഒന്നും പറയരുത്. ഓ, എനിക്ക് ചിരിക്കാൻ വയ്യ. എടോ മോട്ടുപത്ലു, ഇതിന്റെ കാരണക്കാരൻ നിങ്ങൾ രണ്ടാള് മാത്രമാണ്. ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. ഇപ്പൊ തന്നെ നിങ്ങൾ ശരിയാക്കി തരണം. എന്റെയും കോൺസ്റ്റബിൾസ് ഭൂശാന്താണ് ഇപ്പൊ തന്നെ എടുത്ത് കളയണം. മനസ്സിലായോ? എന്റെ ചിങ്കം സാറേ, ഞങ്ങളുടെ ശരിയാക്കാൻ പറ്റുന്നില്ല, പിന്നെ എങ്ങനെയാ നിങ്ങളുടെ ശരിയാക്കുക? എനിക്കതൊന്നും കേക്കണ്ട. ഇപ്പൊ തന്നെ ശരിയാക്കി തരണം. ഉടനെ തന്നെ എടുത്ത് കളയണം. ചെയ്യൂ. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. അതെ, അവരാണ് എല്ലാത്തിനും കാരണം. ചായക്കടക്കാരൻ ചേട്ടൻ, ഞങ്ങളുടെ അവസ്ഥ കണ്ടില്ലേ? ആ മോട്ടുപത്ല് കാരണം ഞങ്ങൾ എല്ലാവർക്കും താടി വളർന്നിരിക്കുക. ഇനിയിപ്പോ ഞങ്ങൾ എന്താ ചെയ്യാ? ആ മോട്ടുപത്ലിനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. അവർ രണ്ടുപേരും എവിടെ എവിടെ നിങ്ങൾക്കറിയാം. അവർ എവിടെയാണെന്ന് പറയൂ വേഗം. മുകളിലുള്ളവനെ പ്രാർത്ഥിച്ചാലും നല്ലത് നടക്കും, മുകളിലുള്ളവനെ വിചാരിച്ചാലും നല്ലത് നടക്കും. അതിനാദ്യം ആ ബോട്ടുവിന്റെയും പത്ലുവിന്റെയും താടി നമുക്ക് കത്തിക്കണം. കൊള്ളാം ബോസ്, കൊള്ളാം. എതിരല്ല കവിതയാ പറഞ്ഞേ. കേട്ടില്ലേ? സ്വാമി പറഞ്ഞത് എല്ലാവരും കേട്ടില്ലേ? ആ മോട്ടുപത്ലിന്റെ താടി കത്തിച്ചാൽ നമുക്ക് ഒരു പ്രശ്നവും ഇനി ഉണ്ടാകില്ല. ഇതെന്താ പറയുന്നത് സ്വാമിജി? സത്യമേത നുണയേതാണെന്ന് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ എല്ലാവരുടെയും താടി അടുത്ത നിമിഷം തന്നെ അപ്രത്യക്ഷമാകും. അതിനാദ്യം അവരുടെ താടിയാണ് കത്തിക്കേണ്ടത്. വായോ, മോട്ടുപത്ലിന്റെയും താടി നമുക്ക് കത്തിച്ചു കളയാം. മോട്ടുപത്ലു, നിങ്ങളിപ്പോ എവിടെയാ? വേഗം എവിടെയെങ്കിലും ഓടി രക്ഷപ്പെട്. അവന്മാര് നിങ്ങൾ രണ്ടാളുടെയും താടി കത്തിക്കാൻ പോവുകയാ. ഡോക്ടർ ജഡ്കയ്ക്ക് ഫോൺ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ താടി ശരിയാക്കാനുള്ള ആന്റിഡോട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. വാ, വേഗം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോവാ. പൊളിച്ചെടുത്തല്ലോ. ഇത് എവിടുന്ന പെട്ടെന്നൊരു ഊശാന്താണേ. നിങ്ങൾ ഇങ്ങനെ പേടിക്കാതൊന്നേ, ഇതിനുള്ള മറുമരുന്ന് എന്റെ കയ്യിലുണ്ട്. താങ്ക് യു വലിയേട്ടാ, താങ്ക് യു. ഇനി വരൂ, ആ ജോണിനെ ഒരു പാഠം പഠിപ്പിക്കാം. ജോണിനെ പാഠം പഠിപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ളവരുടെ താടിയൊക്കെ ശരിയാക്കാം. പക്ഷെ എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്, കേൾക്ക്. അതെ ബോക്സർ ചേട്ടാ, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇങ്ങോട്ട് വാ. മോട്ടും പത്രും ഇവിടെ തന്നെയുണ്ട്.
ഓഹോ ആ ബോട്ടുപത്തിൽ ഇവിടെ ഉണ്ടോന്ന് നോക്ക്. കത്തിക്ക്. അവരുടെ താടി എത്രയും പെട്ടെന്ന് കത്തിച്ച് കളയണം. ഒരു മിനിറ്റ്, ഞാൻ ഇവരുടെ താടി കത്തിച്ചു കളഞ്ഞു. ദേ നോക്ക്, താഴെ കിടക്കുന്ന കേട്ടില്ലേ? എന്നെ കത്തിച്ചത് കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. ആ സ്വാമിയുടെ താടി കത്തിച്ചു കളഞ്ഞാൽ മതിയാവും സുഹൃത്തുക്കളെ. അപ്പോഴേ എല്ലാവരുടെ പ്രശ്നവും തീരുള്ളൂ. അപ്പോഴേ എല്ലാം ശരിയാകുള്ളൂ. നിങ്ങൾ ആദ്യം പോയി ആ സ്വാമിയെ അടിക്കൂ. അവനൊരു കള്ള സ്വാമിയാണ്. അവന്റെ താടി ആദ്യം കത്തിക്കൂ. എന്താ ഇവിടെ സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. താടിക്ക് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് അസംഭവ്യം തന്നെ. ഈ സ്വാമിജിയെ തല്ലേ. അടിക്കല്ലേ, ഇത് വെപ്പ് താടിയാ. ഞാൻ നിങ്ങളുടെ ജോഡ കണ്ടില്ലേ? നിങ്ങളത് കണ്ടോ? അകത്ത് ഒറിജിനൽ ഊശാന്താടി ഒളിച്ചു വെച്ചിരിക്കുന്നത്. ചിങ്കം സാറ്, എന്റെ താടി കത്തിക്കേണ്ട ഒരു കാര്യവും ഇല്ല. എല്ലാവരുടെ അടുത്ത് എന്നെ ഒന്ന് രക്ഷിക്കണേ. എന്നെ ഒന്ന് ജയിലിലിട് സാറേ. ചിങ്കം സാറ് രക്ഷിക്കേ. കവിതയാ പറഞ്ഞേ. ഇതിനെടുക്കാൻ നിന്റെ ഒരു കവിത മനുഷ്യരുടെ രക്ഷപ്പെടാനുള്ള തത്രപ്പാടില്ല. ഒന്ന് വേഗം പാടേ. Watch India's largest kids library only on Geo Hotstar. Download the app now.